നമ്മുടെ സംഘടന നീതി നിഷേധിക്കപ്പെട്ട പുരുഷന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങൾ മാഡം ഒന്ന് വിശദീകരിക്കാം. നമ്മുടെ ഈ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ കൗൺസിലിംഗ് മേഖലയുമായി ചെയ്യുന്നുണ്ട്. നീതി നിഷേധിക്കപ്പെട്ട പുരുഷന്മാർ മെൻ്റൽ ട്രോമയിലാണ് അവരെപ്പോഴും ഇരിക്കുന്നത്. അവരെ കേൾക്കുവാനോ അവരുടെ നീതി നടപ്പിലാക്കുവാനോ സമൂഹമോ നിയമമോ ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ആത്മഹത്യാ പ്രവണതയും ഒപ്പം മദ്യം അങ്ങനെയുള്ള ലഹരിയിൽ അവരെ ആരോഗ്യം നശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഒരു കൗൺസിലിംഗ് പാനൽ ആധികാരികമായി തുടങ്ങുകയും അതിൽ അധികാരികളായിട്ട് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ ആൻസമ്മ, ഡോക്ടർ ലതികുമാരി അഡ്വക്കേറ്റാണ്. തിരുവനന്തപുരം ലോ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കൂടാതെ ഹൈക്കോടതിയിലും തിരുവനന്തപുരം കോടതികളിലും ജില്ലാ കോടതികളിലും പരിശീലനം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. ക്രിമിനോളജി, സൈക്കോളജി ഇവയിൽ PhD ലഭിച്ചിട്ടുള്ള ഈ മേഡം, ഒപ്പം തന്നെ ഡോക്ടർ ആൻസമ്മ പാറ്റ്ന മെഡിക്കൽ കോളേജിൽ നഴ്സാണ്, നഴ്സിംഗ് സൂപ്രണ്ടാണ്. അവരും ഈ മേഖലയിൽ ഹെൽത്ത് കെയർ മേഖലയിൽ ഡോക്ടറേറ്റ് ലഭിച്ച ആളാണ്. ഇവരുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയായ ഞാനൊരു നഴ്സാണ്. ഒപ്പം തന്നെ ലീലാമോണി ജോസ്, അഡ്വക്കേറ്റ് ജേക്കബ്, അവർ പാട്രൺ എന്ന നിലയിൽ നമ്മളൊരു പാനൽ തന്നെ, അതായത് കൗൺസിലിംഗ് പാനൽ, മാനസികമായി തകർന്ന ആളുകൾക്ക് നോർമൽ മൈൻഡിൽ ചിന്തിക്കുവാനും സ്വബോധത്തോടുകൂടെ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും സപ്പോർട്ട് നൽകുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വിജയകരമായ നേട്ടം. കൂടാതെ ദാമ്പത്യ പ്രശ്നങ്ങളുമായി കലഹിക്കുന്ന അനേകം ദമ്പതികൾ ഈ സംഘടനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെ വിളിച്ച്, ഭാര്യയെയും ഭർത്താവിനെയും വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും തുടർന്നും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു നല്ല സുഹൃത്തിനെ പോലെ, ഒരു വഴികാട്ടിയെ പോലെ, ഒരു ഗാർഡിയനെ പോലെ ഈ സംഘടനയ്ക്ക് അവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സംഘടനയിൽ 2 സംഭവങ്ങൾ ഞാൻ പറയാണ്. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി മാനസിക വൈകല്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മാനസിക വൈകല്യം ചിത്രീകരിച്ച് തട്ടിക്കൊണ്ടുപോവുകയും മാൻ മിസ്സിംഗ് എന്ന അവസ്ഥയിലെത്തുകയും ഈ സംഘടന ഇടപെട്ട് അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മകൻ, 14 വയസ്സ് മാത്രം പ്രായപൂർത്തിയായ ഒരു മകൻ, കുടുംബ കോടതിയുമായി ഒരു സാക്ഷി വിസ്താരത്തിന് പോവുകയും ആ സാക്ഷി വിസ്താരത്തിൽ തുറന്ന കോടതിയിൽ ആ 14-കാരനെ അപമാനിക്കുന്ന വിധത്തിൽ വ്യക്തിഹത്യ ചെയ്യുകയും ഉണ്ടായി. അതിനെതിരെ ആ വക്കീലിനെ വിളിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒപ്പം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും ആ 14-കാരന് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നിയമാവബോധം എന്നൊരാൾ കേസിൽ പെട്ടുകഴിഞ്ഞാൽ ഒരു വക്കീൽ പലപ്പോഴും പറഞ്ഞു കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്.
എങ്ങനെയാണ് നിയമം വഴി നമ്മളുടെ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ കേസിൽ വക്കീല് എന്തൊക്കെ ഒഴിവുകഴിവുകൾ പറയുകയും രണ്ടു വക്കീലുമാരും ഒത്തുചേർന്ന് തന്റെ കക്ഷിയെ ചതിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതിനെതിരായി നിയമാവബോധം കൊടുക്കുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലീഗൽ പാനൽ എന്ന ഒരു സംവിധാനവും ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അത് അഡ്വക്കേറ്റ് ജേക്കബ്, അഡ്വക്കേറ്റ് ലതികുമാരി എന്നിവരുടെ നേതൃത്വത്തിൽ അതും നടന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ യുവാക്കളിലേക്കും യുവതികളിലേക്കും ഇതിൽ കുരുക്കിൽ കെടുക്കുന്ന ആളുകളിലേക്കും ഈ പ്രവർത്തനങ്ങൾ, അവബോധങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സംഘടനയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങൾ.